ഋഗ്വേദത്തിൽ നിന്ന് ശ്ലോകങ്ങൾ കടം കൊണ്ട സാമവേദത്തിൽ നിന്ന് വ്യത്യസ്തമായി അഥർവവേദത്തിലെ ശ്ലോകങ്ങൾ അല്പമൊഴികെ മറ്റെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ വേദത്തിലും സ്തുതിഗീതങ്ങൾ ഉൾക്കൊള്ളുന്നു. അവയിൽ പലതും പ്രയോജനം തേടുന്ന വ്യക്തി അല്ലെങ്കിൽ സാധാരണയായി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേരിൽ ഒരു മാന്ത്രികൻ ഉച്ചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വശ്യതകളോ മന്ത്രങ്ങളോ ആയിരുന്നു. ഐതിഹ്യമനുസരിച്ച് പ്രാഥമികമായി അഥർവവേദം സൃഷ്ടിച്ചത് അഥർവണൻ എന്നും അങ്കിരസൻ എന്നും അറിയപ്പെടുന്ന 2 ഋഷികളാണ്. അതിനാൽ അതിന് അഥർവ അങ്കിരസൻ എന്ന പേരും ലഭിച്ചു. ആദ്യത്തെ 3 വേദങ്ങളെ മാത്രമാണ് പ്രാചീന ഭാരതീയ പാരമ്പര്യം ആദ്യം അംഗീകരിച്ചിരുന്നത്. അഥർവവേദങ്ങളുടെ പാട്ടുകളും പരമ്പരാഗത നാടോടി ആചാരങ്ങളും മറ്റൊരു വേദമായി സാവധാനം അംഗീകരിക്കപ്പെട്ടു. യാഥാസ്ഥിതികവും ഭിന്നവുമായ ഭാരതീയ ദാർശനിക പാരമ്പര്യങ്ങളെ ആദ്യത്തെ 3 വളരെ വൈകി അംഗീകരിച്ചു. ഉദാഹരണമായി ആദ്യകാല ബുദ്ധനിയാഗ ഗ്രന്ഥങ്ങൾ അഥർവവേദത്തെ 4ാമത്തെ വേദമായി അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല അതിൽ 3 വേദങ്ങളെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ.